ഹലോ, നമുക്കൊരു പടവലങ്ങ തോരൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ അത് വൃത്തിയാക്കിയിടും. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനും കൂടിയാണിത്. ഇനി 4-5 ചുവന്നുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ അരിയാം. അപ്പോൾ നമുക്ക് തോരന് വേണ്ടിയുള്ള അരപ്പിന് ജീരകം വേണം, തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. അധികം അരഞ്ഞു പോകും. അരച്ചെടുത്ത അരപ്പ് പടവലങ്ങ അരിഞ്ഞു വെച്ചതിൽ ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനും കൂടിയാണിത്. ചൂട് കഞ്ഞിക്ക് കൂട്ടാൻ അടിപൊളിയാണ്. ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കാം. അത് കഴിഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്ന പടവലങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരാവി മതി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പടവലങ്ങ അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു തോരൻ റെഡിയായിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ.